നാളെ കർക്കിടക വാവുബലി. പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നതിനായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഹൈന്ദവ ആചാരങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് കർക്കിടക വാവുബലി. മരിച്ചുപോയ പൂർവികർക്കും മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ബലിതർപ്പണം നടത്തുകയും അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമായാണ് കർക്കിടക വാവ് ആചരിക്കുന്നത്. കർക്കിടക മാസത്തിലെ അമാവാസി നാളിലാണ് ബലിതർപ്പണം നടത്തുക. നദീതീരങ്ങളിലും കടൽ തീരങ്ങളിലും വാവുബലിക്ക് പേരുകേട്ട ക്ഷേത്രങ്ങളിലെ സ്നാനഘട്ടങ്ങളിലുമെല്ലാം ആയിരക്കണക്കിന് ഭക്തർ പിതൃസ്മരണയിൽ ഒത്തുചേരും. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിളാനദിയുടെ പാമ്പാടി അയൂർമഠം തീരത്ത് പുലർച്ചെ 3:30 ചടങ്ങുകൾ തുടങ്ങും. പഴയന്നൂർ ചീരക്കുഴി പാലത്തിന് സമീപവും മായന്നൂർ തീരത്തും ബലിതർപ്പണം നടത്താൻ സൗകര്യമുണ്ട്. ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പുലർച്ചെ 2:30 മുതൽ രാവിലെ 9 വരെയാണ് ചടങ്ങുകൾ. ഒരേ സമയം 1000 പേർക്ക് ബലിയിടാനുള്ള പന്തലാണ് ഒരുക്കിയിട്ടുള്ളത്. ആറാട്ടുപുഴ മന്ദാരക്കടവിൽ രാത്രി 12:30 മുതൽ ചടങ്ങുകൾ തുടങ്ങും. രാവിലെ 10 വരെ ബലിതർപ്പണം നടത്താം. പാറമേക്കാവ് ശാന്തിഘട്ടിലെ ബലിതർപ്പണം പുലർച്ചെ 3-ന് ആരംഭിക്കും. പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം, കൂർക്കഞ്ചേരി കീഴ്തൃക്കോവ് ശിവക്ഷേത്രം, കടാമ്പുഴ മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിലും ഭക്തർക്ക് ബലിതർപ്പണത്തിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV.